ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മൂത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന പദ്ധതിയാണിത്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 33-ാമത്തെ ദിവസം വായന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരാതെ വണ്ണം പാപം ചെയ്തു എങ്കിൽ, താൻ ചെയ്ത പാപനിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും, കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം. മൂത്രപിണ്ഡം 2ഉം അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വപയും അവനെടുക്കണം. സമാധാന യാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം. കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവൻ അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീരിടുന്ന പെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം. വെണ്ണീരിടുന്നിടത്ത് വച്ച് തന്നെ അത് ചുട്ടുകളയണം. ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ, ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവയ്ക്കണം. യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിൻ്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ്സൊക്കെയും അവൻ അതിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം. അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. അങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കും. പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം. ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പാപയാഗം. ഒരു പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ, അവൻ ചെയ്ത പാപം അവന് ബോധ്യമായി എങ്കിൽ, അവൻ ഊനമില്ലാത്ത ഒരു ആൺ കോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം. അവൻ ആടിനെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം. അതൊരു പാപയാഗം. പിന്നെ പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ്സൊക്കെയും അവൻ സമാധാന യാഗത്തിൻ്റെ മേധസ്സു പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപനിമിത്തം അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ
അത് അവനോട് ക്ഷമിക്കും. ദേശത്തെ ജനത്തിലൊരുത്തൻ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപനിമിത്തം ഊനമില്ലാത്ത ഒരു പെൺ കോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരണം. പാപയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിൻ്റെ സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെ അറുക്കണം. പുരോഹിതൻ അതിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെയെടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് മേധസ്സെടുക്കുന്നത് പോലെ എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അവൻ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുവെങ്കിൽ ഊനമില്ലാത്ത പെണ്ണാട്ടിനെ കൊണ്ടുവരണം. പാപയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ച് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപയാഗമായി അറുക്കണം. പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെയെടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയുടെ മേധസ് എടുക്കുന്നത് പോലെ അവൻ എടുക്കണം. പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയുടെ ദഹനയാഗങ്ങളെപ്പോലെ അവയെ ദഹിപ്പിക്കണം. അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ലേവ്യ പുസ്തകം 5-ാമത്തെ അധ്യായം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ, ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനും ആകുന്നു. അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയാലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യൻ്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അതറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും. അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നത് പോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തൻ്റെ അധരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അതറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും. ആ വക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്ന് അവനേറ്റു പറയണം. താൻ ചെയ്ത പാപനിമിത്തം അവൻ യഹോവയ്ക്ക് അകൃത്യയാഗമായി ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരണം. പുരോഹിതൻ അവന് വേണ്ടി അവൻ്റെ പാപം നിമിത്തം പ്രായശ്ചിത്തം കഴിക്കണം. ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരണം. അവൻ അവയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ പാപയാഗത്തിലുള്ളതിനെ മുമ്പേ അർപ്പിച്ച് അതിൻ്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ച് പറിക്കണം, എന്നാൽ 2ആയി പിളർക്കരുത്. അവൻ പാപയാഗത്തിൻ്റെ രക്തം കുറേ യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം. ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ പിഴിഞ്ഞു കളയണം. ഇത് പാപയാഗം. 2-ാമത്തതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപനിമിത്തം അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. 2 കുറുപ്രാവിനോ 2 പ്രാവിൻ കുഞ്ഞിനോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം. അത് പാപയാഗമാകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരുക്കവും ഇടുകയും അരുത്. അവൻ അത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളെപ്പോലെ ദഹിപ്പിക്കണം. ഇത് പാപയാഗം. ഇങ്ങനെ പുരോഹിതൻ ആ വക കാര്യത്തിൽ അവൻ ചെയ്ത പാപനിമിത്തം അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ
അത് അവനോട് ക്ഷമിക്കും. ശേഷിപ്പുള്ളത് ഭോജനയാഗം പോലെ പുരോഹിതന് ഇരിക്കണം. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചു എങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് 1/5 കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തൻ്റെ കുറ്റം വഹിക്കണം. അവൻ അകൃത്യയാഗത്തിനായി നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. ഇത് അകൃത്യയാഗം. അവൻ യഹോവയോട് അകൃത്യം ചെയ്തുവല്ലോ. ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഭോഷ്ക് പറയുകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭോഷ്ക് പറഞ്ഞ് മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളം സത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലിനോട് 1/5 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം. അകൃത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടതെന്നാൽ, ഹോമയാഗത്തിൻ്റെ പ്രമാണമാവിത്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ്സുവരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായ വെണ്ണീരെടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്ത് ഇടണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഭോജനയാഗത്തിൻ്റെ പ്രമാണമാവിത്. അഹ്റോന്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അത് അർപ്പിക്കണം. ഭോജനയാഗത്തിൻ്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തുരുക്കം മുഴുവനും എടുത്ത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷിപ്പ് അഹ്റോനും പുത്രന്മാരും തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നേണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വച്ച് അത് തിന്നേണം. അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത്. എൻ്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു. അത് പാപയാഗം പോലെയും അകൃത്യയാഗം പോലെയും അതിവിശുദ്ധം. അഹ്റോന്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം. യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വത അവകാശമാകുന്നു. അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തതെന്തെന്നാൽ, അഹ്റോന് അഭിഷേകം കഴിയുന്ന ദിവസം
അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവിത്. ഒരിടങ്ങഴി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടേണം. അത് കുതിർത്ത് കൊണ്ടുവരേണം. ചുട്ട കഷ്ണങ്ങൾ ഭോജനയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. അവൻ്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം. എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോവയ്ക്ക് ദഹിപ്പിക്കണം. പുരോഹിതന്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം, അത് തിന്നരുത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടതെന്നാൽ പാപയാഗത്തിൻ്റെ പ്രമാണമാവിത്. ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗ മൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. അത് അതിവിശുദ്ധം. പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പ് കലത്തിൽ വേവിച്ച് എങ്കിൽ അത് തേച്ച് മഴക്കി വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. ഇവിടെ ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വായിച്ചവസാനിക്കുന്നു. നാം ഇന്ന് വായിച്ചു കേട്ട ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ ഏവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.